ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് തന്നെ ഒട്ടും വയ്യെങ്കിലും നന്നായിട്ടൊന്ന് ചമഞ്ഞ് അണിഞ്ഞൊരുങ്ങി നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോകാമായിരുന്നില്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. അങ്ങനെ അവസാനം ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു, തീരെ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കേട്ടോ പോണേ. 200 ചില്ലറ രൂപയ്ക്ക് കോട്ടണിൽ വരുന്ന ഇതുപോലൊരു കോട്ട് സെറ്റ് എവിടെ കിട്ടും? സത്യം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത് ഓർഡർ ചെയ്യുമ്പോൾ ഇത്ര ക്വാളിറ്റി ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം 200 ചില്ലറയല്ലേ ഉള്ളൂ, എന്നാൽ അത് അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ചൂടുകാലത്ത് നമുക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. പിന്നെ ഈ ഒരു ബാഗ് എടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ബാഗ് യൂസ് ചെയ്യുന്ന ആളല്ല. ഇപ്പോൾ ഫോൺ വയ്ക്കാനായിട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഐഫോൺ ഉണ്ടല്ലോ, അപ്പോൾ അത് നല്ല സേഫായിട്ട് വെക്കാൻ വേണ്ടിയാണ് ബാഗ് കൈ വെച്ച് നടക്കുന്നത്. അങ്ങനെ ദേ ഹോസ്പിറ്റലിൽ എത്തി, നമ്മൾ ഡോക്ടറെ കാണിച്ചു, മരുന്നൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ ഭയങ്കര ആൾക്കൂട്ടം. എന്താണ് വേറൊന്നുമല്ല, അവിടെ മീൻ വിൽക്കാൻ വെച്ചിട്ട് ഒരുപാട് പേര് വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ നമ്മൾ കുറച്ച് മീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇഷ്ടം പോലെ ചാള കിടക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര കുഞ്ഞമത്തിയാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. എനിക്കത് വാങ്ങിയിട്ട് പോയി നന്നാക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ണ മീനാണ് വാങ്ങിയത്. അറയ്ക്ക എന്ന് പറയുന്ന മീനുണ്ടല്ലോ, അതാട്ടോ വാങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ ഹിറ്റാച്ചിയുടെ വർക്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ മെഹബൂനെ വിളിക്കാനായിട്ട് പോയതാണ്. അങ്ങനെ അവനെ റൂമിൽ കൊണ്ടാക്കാനായിട്ട് പോകുന്ന വഴി എന്നാൽ പിന്നെ എല്ലാവരും കൂടി ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ തൊണ്ടയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ചായയും പിന്നെ ഒരു വെട്ട് കേക്കാണ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അവനാണ് ഓപ്പറേറ്റർ മെഹബു ആണെന്നുണ്ടെങ്കിൽ അവന് കഴിക്കാനൊന്നും വേണ്ട ബായ് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനമായിട്ട് നിർബന്ധിച്ച് അവനെ കൊണ്ട് കഴിപ്പിച്ചു. ഞങ്ങളിങ്ങനെ തനിച്ച് വീഡിയോ എടുത്ത് കഷ്ടപ്പെടുന്ന കണ്ടപ്പോഴത്തേക്കും മെഹബു പറഞ്ഞു, അരേ സേട്ടാ ചേച്ചി ഞാൻ വീഡിയോ എടുത്ത് തരാം, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ എടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നേരെ വീടെത്തി. എക്സാം എങ്ങനെയുണ്ട്? അടിപൊളി, നന്നായി എഴുതിയാ?